എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് ദിവസം ഇന്നത്തെ? ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എന്തെങ്കിലും നോക്കാം കേട്ടോ. എനിക്ക് ഇന്നലത്തെക്കാൾ ഇന്നൊരു ഗ്ലൂമി ഡേ ആയിട്ട് രാവിലെ മുതലൊരു മൂഡ് ഓഫ്. പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല, ഒരു മൂഡ് ഓഫ് എന്താണെന്നറിയില്ല. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളെപ്പറ്റി എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണല്ലോ നമ്മുടെ മനസ്സ് തുറക്കാറല്ലേ. അപ്പോൾ അത് അറിയുമ്പോൾ നമുക്ക് കുറച്ചറിയാൻ പറ്റും ഇവർ എന്താണ് ഇവരുടെ മനസ്സിൽ എന്നുള്ളത്. അതേപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ് ആണെങ്കിൽ അവർ തേർഡ് പാർട്ടിയെക്കുറിച്ചും അവിടെ എന്താണ് പറയാറുള്ളത് എന്നുള്ളതും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ എന്താണ് അവരുടെ ആക്ച്വൽ തീരുമാനങ്ങൾ എന്നൊക്കെ ഫ്രണ്ട്സിനോടായിരിക്കും അവർ പറയേണ്ടാവുക. അത് നോക്കാം നമുക്ക്. ഓക്കെ. കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിൽ ചിലർക്ക് ഇത് റെസനേറ്റ് ആവാം, ആവാതിരിക്കാം. എത്രത്തോളം റെസനേറ്റ് ആവുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത്. അതേപോലെ ഇതൊരു ഗൈഡൻസ് ആയിട്ടോ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഡോണ്ട് വറി, എൻ്റെ മൂഡ് റീഡിങ്ങിന് എഫക്റ്റ് ചെയ്യുമൊന്നുമില്ല കേട്ടോ. അതിന് വേണ്ടിയുള്ള മെഡിറ്റേഷൻ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ഓക്കെ. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ ഫ്രണ്ട്സിനോട് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് ഡിസ്കസ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു തരൂ. അവരുടെ മനസ്സ് അവർ ഡിസ്കസ് ചെയ്യാറുണ്ടോ? അവരുടെ പ്ലാൻസ് അവർ ഡിസ്കസ് ചെയ്യാറുണ്ടോ? എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ പറ്റിയിട്ട് അവരുടെ സുഹൃത്തുക്കളോട് ഡിസ്കസ് ചെയ്യാറ് എന്നൊന്ന് പറഞ്ഞു തരൂ. ശബ്ദങ്ങൾ ക്ഷമിക്കുക കേട്ടോ. കാണ്ട് Magician. Okay, 4 of Cups, 6 of Wands, the Fool, Knight of Swords, Knight of Cups, Knight of Wands, 3 of Wands. I'm sorry, 3 of Wands. പ്രഥമ ദൃഷ്ടിയ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ പലർക്കും ഒരു ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പ്രബലമായിട്ട് കാണുന്നുണ്ട്. ഇവർ പറയുന്നത് നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. ഇവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നത് നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. കാരണം ഇവർക്ക് നിങ്ങളെപ്പറ്റിയുള്ള തോട്ട്സ് നിർത്താനേ പറ്റുന്നില്ല. എന്ത് ചെയ്യുമ്പോഴും അവരവരുടെ ജോലി ചെയ്യുമ്പോഴും വേറെ എന്ത് ചെയ്യുമ്പോഴും ഇവർക്ക് നിങ്ങളുടെ തോട്ട്സ് തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യുക എന്നിവർ ഇവരുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നതായിട്ട് നമ്മളങ്ങനെ ചോദിക്കുമല്ലോ, എന്ത് ഇങ്ങനൊരു സിറ്റുവേഷനാണ്, എനിക്ക് ഇവരെ പറ്റിയുള്ള ചിന്തകൾ നിർത്താൻ സാധിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സിനോട് പറയില്ലേ, അങ്ങനെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ. നല്ലത് നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരണം എന്ന് പറഞ്ഞ് ഇവർ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങളെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. ഇവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസിലാണ്, അതുകൊണ്ട് എന്നും കാണാൻ സാധിക്കാറില്ല, മിസ്സ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ചിലരെങ്കിലും ഒരു ന്യൂ ലവ് പ്രപ്പോസൽ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവരുടെ ലവ് റിജക്റ്റ് ചെയ്യപ്പെടുമോ, ഇവരുടെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയവുമുണ്ട് എന്ന് ഇവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്. കുറേ പേരെങ്കിലും പറയേണ്ട അവരെന്നെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, എന്നെ സാബോട്ടാജ് ചെയ്തിട്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഇത് ശരിയാക്കുക എന്ന് ഇവരുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ.
ചിലരെങ്കിലും പറയുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ തേർഡ് പാർട്ടി പാരൻസ് ആവാം, സ്പൗസ് ആവാം, ബ്രദർ സിസ്റ്റർ എന്തുമാവാം കേട്ടോ, നിങ്ങളുടെ കരിയർ ആവാം, ഈവൻ നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആവാം, എല്ലാം തന്നെ തേർഡ് പാർട്ടി ആയിട്ട് വരും, ഞാൻ എടുക്കാറുണ്ട്. ഓക്കെ, ഇവിടെ അവർ പറയുന്നത് രണ്ടും കൽപ്പിച്ച് ഇനി മുന്നോട്ട് പോകാമെന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. കാരണം ഇനി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, മുന്നോട്ട് തന്നെ പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഇവർ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ കുറച്ച് ഇമ്പൾസീവായിട്ട് നിങ്ങളുടെ പേഴ്സൺ എടുത്തു ചാടി തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരാളായിരിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എടുത്തു ചാടി എന്തോ ഒന്ന് പ്രവർത്തിച്ചു, അത് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കി എന്നിവർ മനസ്സിലാക്കുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ഷമാപണവുമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും, പെട്ടെന്ന് ഒഫെൻസീവായിട്ട് എന്തെങ്കിലും ഇവർ പറഞ്ഞു കാണും അല്ലെങ്കിൽ പ്രവർത്തിച്ച് കാണും. ആ തെറ്റ് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. കുറച്ച് ഇമ്മെച്യൂറായിട്ട് ഇവർ ബിഹേവ് ചെയ്ത് കാണണം നിങ്ങളുടെ അടുത്ത് കേട്ടോ. അതവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അപ്പോളജിയൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് സ്നേഹത്തോടെ വരണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം ഇവരുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സോറി പറഞ്ഞാലോ, എന്താ ഞാൻ ചെയ്യേണ്ടത്, മെസ്സേജ് അയക്കാമോ എന്നൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും ഇവരുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ചിലർക്കെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ഇവരെ ബോധർ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിചാരിക്കുന്ന പോലെ വന്ന് കാണാൻ സാധിക്കുന്നില്ല എന്ന് ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഫ്രണ്ടിനോട്. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതും അവരെ ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും അവരവരുടെ ഫ്രണ്ടിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരാഗ്രഹമാണ് അവിടെ കൂടുതലായിട്ടും കാണുന്നത് കേട്ടോ. സ്പീഡായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നാണ് ഇവരുടെ മനസ്സിൽ. കാരണം 3 മൂവ്മെൻറ്റിൻ്റെ കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതിതീവ്രമായിട്ട് എന്ന്, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമുക്ക് എടുക്കാം. അത് ഇവരുടെ ഫ്രണ്ടിനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ മേജർ അർക്കാന കാർഡായിട്ട് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ്റെ രാശി വന്നിട്ട് ടോറസ് ഋഷഭ രാശിയാണ്, ഇടവം രാശിയാണ് കേട്ടോ. ഫൂള് വന്നിട്ടുണ്ട് ഏരീസ് മേടരാശിക്കാരും ഋഷഭരാശിക്കാരും ഇടവരാശിക്കാരുമാണ് ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. ബാക്കി എല്ലാ രാശിയും തന്നെയുണ്ട് കുറച്ച്. ഓക്കെ, കൂടുതൽ ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോവാം നമുക്ക്. ഡിവൈൻ ക്ലാരിഫൈ മജീഷ്യൻ കൂടുതലായിട്ട് പറഞ്ഞു തരൂ. അവരെന്താണ് അവരുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നതെന്ന് കൂടുതലായിട്ട് പറഞ്ഞു തരൂ. ആസ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എനർജിയാണ്. താങ്ക് യു ഫോർ ദാറ്റ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് അവരുടെ ഫ്രണ്ട്സിനോട് എന്താണ് ഡിസ്കസ് ചെയ്യാറുള്ളത്, എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. 3 of Wands, the Emperor and 4 of Cups. ഓക്കെ, ഇവിടെ ഇപ്പോൾ എംപററുടെ എനർജിയും കൂടെ വന്നു. എംപറർ വന്നിട്ട് ഏരീസാണ്. മേടരാശിക്കാർ ഒരുപാട് കൂടുതലായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒന്നുകിൽ ഇവരുടെ ഈഗോ, ഇവർ വഴക്കിട്ട് കാണും, ഇവർക്കൊരു സോറിയൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ലോങ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഒരു തേർഡ് പാർട്ടി അവിടെ ഉണ്ട് കേട്ടോ ചിലർക്കെങ്കിലും. ഒന്നുകിൽ ഇവരുടെ ഈഗോ ആണ്, ഇവരുടെ കൺട്രോൾ ഇഷ്യൂസൊക്കെയാണ് അവിടെ പ്രോബ്ലമായിട്ട് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് പ്രബലമായിട്ട് കാണുന്നത് ഇവരുടെ ഫാദർ അല്ലെങ്കിൽ ഫാദറിനെ പോലെ ഉള്ള ആരോ ആണ്. തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് വളരെ പ്രബലമായിട്ട് കാണുന്നത്, അതായത് പാരൻ്റൽ സൈഡിൽ നിന്നുള്ള എതിർപ്പ് മൂലം ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസുമാണ്. ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇതിന്ന് പുറത്തേക്ക് വരണ്ട എന്നുള്ള പ്ലാനിങ് ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ വിചാരിക്കുന്ന ലെവലിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഈ തേർഡ് പാർട്ടി ഇവരെ വളരെയധികം ഫോളോ ചെയ്യുന്നുണ്ട്.
എന്താ ചെയ്യുന്നതെന്നൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവർക്ക് ഒരു സ്റ്റക്ക് ഫീലിംഗ് ആയിട്ട് അവിടെ തോന്നുന്നത്. അവിടെ തേർഡ് പാർട്ടി വേറെ ഒരു ലേഡി ആയിട്ടല്ല, ഒരു ഫാദർ ഫിഗർ, ഒരു മെയിലാണ് അവിടെ നമുക്ക് കൂടുതലായിട്ടും. കാരണം ഇവർ കുറച്ച് കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയസ് ഫാക്ടേഴ്സൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ തേർഡ് പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന ആൾ കേട്ടോ. അവർക്ക് സ്റ്റാറ്റസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അവരുടെ വീട്ടിലുള്ളവർ അവർ പറയുന്നത് കേൾക്കണം. അതായത് ഈഗോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ സൈഡാണ് അവർ കൂടുതലും ആലോചിക്കുന്നത്. അവർക്കവിടെ ഇമോഷൻസിനൊന്നും വലിയ താല്പര്യമില്ല. ഇവരുടെ വീട്ടിലുള്ളവർ ഇവർ പറയുന്ന കേട്ടോളണം എന്നുള്ള രീതിയാണ്. അങ്ങനെ ഒരു കൺട്രോളിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നത്. എങ്ങനെയാണ് ഇത് ശരിയാക്കേണ്ടതെന്ന് അറിയാത്തൊരു കൺഫ്യൂഷനിലാണ് ഞാനെന്ന് ഇവരുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഡിവൈൻ, തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണ് ഇവർ ഫ്രണ്ടിനോട് പറയുന്നതെന്ന് പറയൂ. ഈ തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണ് ഇവർ പറയുന്നത്? ഇതിലെന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ടോ? തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണ് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നത്? ഓക്കെ, അതായത് ലവേഴ്സും 3 ഓഫ് സ്വാർട്സും ആണ് വന്നിരിക്കുന്നത്. ഇവർ പറയുന്ന ഈ ആൾ മൂലമാണ് എൻ്റെ സ്നേഹബന്ധത്തിൽ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ പേഴ്സണെ വളരെയധികം ഇഷ്ടമാണ്, പക്ഷേ അവിടെ ഇവരുടെ ഇടപെടൽ മൂലം എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ, ഇവർ ഫോഴ്സ്ഫുള്ളി ഞങ്ങളെ പിരിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് ഇവർ ഫ്രണ്ടിനോട് പറയാണ്. നെക്സ്റ്റ് ആക്ഷൻ പ്ലീസ്, ഗിവ് മീ നെക്സ്റ്റ് ആക്ഷൻ. ഇത് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ? അവർ ആലോചിക്കുന്നുണ്ട്. കാരണം പ്ലാനിങ് സിറ്റുവേഷനിലാണ് കാണുന്നത്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അവർ പാടെ അത് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള പ്ലാനിങ് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് അവരുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുന്നത്. 4 ഓഫ് കപ്സ്. ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ 4 ഓഫ് കപ്സ്. 4 ഓഫ് കപ്സ് വെച്ചിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ ഫ്രണ്ടിനോട് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? നൈറ്റ് ഓഫ് കപ്സ്, ദ മൂൺ ആൻഡ് കിങ് ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ഇവിടെ ഇവരുടെ ഈഗോ തന്നെയാണ് ഏറ്റവും പ്രശ്നമായിട്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഈഗോ ആണ് ഇവിടെ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അതിൽ ആ ഗ്രൂപ്പിൽ ജെമിനൈക്കാരും കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞതിൽ ലവേഴ്സ് വന്നതിൽ ഇതിൽ വന്നിട്ട് മീനരാശിയാണ് ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. എല്ലാ രാശിയും തന്നെ കൺസിഡർ ചെയ്യണം. കൂടുതലായിട്ടും മീനരാശിക്കാരാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അതാണ് കാരണം നിങ്ങളുടെ പേഴ്സൺ മീനരാശി ആണെങ്കിൽ ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് റെസനേറ്റ് ആവും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ ആ രാശിക്കാർ മാത്രം ഇതാവുമെന്നല്ല. ഇതിൽ വന്ന ഒരു രാശിയിലില്ലാത്തവർക്ക് ഇത് റെസനേറ്റ് ആവാൻ സാധ്യത ഇല്ലായികയൊന്നുമില്ല, സാധ്യത ഉണ്ട്. എന്നാൽ കൂടുതലായിട്ട് മീനരാശിക്കാരാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. മീനം പറഞ്ഞ പൈസസ് കേട്ടോ. ഇവരുടെ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ പ്രശ്നം അവരുടെ ഈഗോ ആണ് കേട്ടോ. ഇവർക്ക് താണു തരാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് അവരുടെ മിസ്റ്റേക്ക് മൂലമാണ് നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത് എന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയണ്ട. ഇവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവർ ഈഗോ വെച്ചുകൊണ്ടിരുന്ന നിങ്ങൾ ഇവരെ വിട്ടു പോകുന്നുള്ള ഭയം ഇവർക്ക് നല്ലോണം തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഒരു സോറി പറയണം, നിങ്ങളെ വിളിക്കണം, മെസ്സേജ് അയക്കണം എന്നൊക്കെ ഇവർക്ക് വളരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈഗോ മൂലം നിങ്ങൾ ആദ്യം മെസ്സേജ് അയക്കട്ടെ എന്ന് വിചാരിച്ച് ഇവർ മിണ്ടാതിരിക്കുകയാണ്. ആദ്യം അവരയക്കട്ടെ, അവർക്ക് അയച്ചാൽ എന്താ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വാശി കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. മനസ്സിൽ സ്നേഹമാണ്, പക്ഷേ ഈ ഒരു വാശി മൂലം അവിടെ കടുംപിടുത്തം പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും കാണുന്നില്ല. ഇവർ എൻ്റെ വ്യൂവേഴ്സിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? എന്താണ് അവർ ഫ്രണ്ടിനോട് പറയുന്നത്? കോണ്ടാക്റ്റ് ചെയ്യുമെന്നാണോ പറയുന്നത്?
ടെൻഷൻ അടിച്ച് ഇരിക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അവർ കോണ്ടാക്റ്റ് ചെയ്യില്ല, കാരണം ഇവരുടെ ഈഗോ അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഭയങ്കര വിഷമിച്ചാണ് ഇരിക്കുന്നത്. രാത്രി ഉറക്കമില്ല, സ്ട്രെസ്സാണ്, ഓവർ തിങ്കിങ് ആണ്, എല്ലാമാണ്. എന്നാലും ഇവർക്ക് താണു തരാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, സ്പോർട്സിൻ്റെ എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. കിങ് ഓഫ് സ്പോർട്സ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവർ കുറച്ച് ഓവർലി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെയാണ്. അവിടെയാണ് പ്രശ്നം. ഓക്കെ, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഇവരുടെ വാശി. നിങ്ങൾ ആദ്യം മെസ്സേജ് അയക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷെ മനസ്സിൽ സ്നേഹമുണ്ടോ ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. മിസ്സിങ് ആണ്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഇതെങ്ങനെ ഡീൽ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവുള്ളൂ, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് അറിയാമല്ലോ. ക്ലാരിഫൈ ദ ഫൂൾ, ക്ലാരിഫൈ ദ ഫൂൾ, ക്ലാരിഫൈ ദ ഫൂൾ. Ace of Swords, Four of Swords and Justice. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ ഇവർ ഭയങ്കര സ്ട്രെസ്ഡാണ് കേട്ടോ. ഓവർലി സ്ട്രെസ്ഡാണ്. നിങ്ങൾക്ക് അതായത് രണ്ടും കൽപ്പിച്ച് ഇവർക്കൊരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ ഇവർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ മേടരാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്, ഏരീസ്. ഓക്കെ, അതേപോലെ ജസ്റ്റിസ് വെച്ചിട്ട് ലിബ്ര രാശിക്കാരും തുലാ രാശിക്കാരും ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, റിയാലിറ്റി ചെക്ക് ഇവർക്ക് കിട്ടിയത് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്ന് തന്നെ ഇവർ കരുതുന്നുണ്ട് കേട്ടോ. ചിലരുടെ ലൈഫിലെങ്കിലും ഒരു കോർട്ട് കേസ്, ഒരു ഡിവോഴ്സ് കേസ് അങ്ങനെയൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിവോഴ്സ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, പ്രോപ്പർട്ടി റിലേറ്റഡ് കേസ് ആവാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കാണും, അത് ഡീല് ചെയ്യുന്നതിൻ്റെ, കാരണം അത് കിട്ടിയിട്ട് വേണമായിരിക്കും ഇവർക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ. അങ്ങനെ അതൊക്കെയാണ് സിറ്റുവേഷൻ എങ്കിൽ അവർ മുന്നോട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് തന്നെയാണ് അവിടെ ആലോചിക്കുന്നത്. വിൽ ദർ ബി എ നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ? എന്താണ് അവരുടെ ഫ്രണ്ടിനോട് പറയുന്നത്? സ്ട്രെസ്സ് സഹിക്കാൻ വയ്യാന്നൊക്കെ ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. ഈ കേസിനെ പറ്റിയിട്ട് ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്മൾ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്നാണ് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നത്. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരണം. 8 ഓഫ് വാൻഡ്സും പേജ് ഓഫ് കപ്സും ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളുടെ അടുത്ത് വരണം എന്നാണ് ഇവർ ആലോചിക്കുന്നത്. ഈ ഗ്രൂപ്പുകാർക്ക് ഇന്ന് മെസ്സേജ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മിക്കവാറും ഈ കേസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളെ അറിയിക്കും, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ കാണാൻ ഉള്ളൊരു സാധ്യത അവിടെ വരുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഇവർ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യും. ഭാവി പ്ലാൻസൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ടച്ച് വുഡ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് സ്വാർഡ്സ്. 7 ഓഫ് വാൻഡ്സ് ആണ് ആദ്യം ക്ലാരിഫൈ ചെയ്യേണ്ടത്. നെഗറ്റീവ് കാർഡ് ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പേജ് ഓഫ് വാൻഡ്സ്, 10 ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് പെൻഡിക്കിൾസ്. ഇത് ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിലെ ആൾ തന്നെ ആയിരിക്കണം, അതായത് നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. ഓക്കെ, ഇവർ ചിലപ്പോൾ എബ്രോഡൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, ലീവിനൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് ഒക്കെ അയക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ ചിലപ്പോൾ നാട്ടിൽ പോകുന്ന കാര്യം ഇവരുടെ ഫ്രണ്ടിനോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഞാനിങ്ങനെ പോവുകയാണ്, ഓവർ എക്സൈറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. എക്സൈറ്റഡ് ആയിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമല്ലോ, അതുപോലെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിലുണ്ട്, ഇപ്പോഴും കമ്മ്യൂണിക്കേഷനിലുണ്ട്. ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഫാമിലിക്ക് ഇവിടെ ഹൈ പ്രയോറിറ്റി കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് മേജർ അർക്കാന കാർഡ് യാതൊന്നും വന്നിട്ടില്ല. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ വരുമോ നോക്കട്ടെ. ക്ലാരിഫൈ നെക്സ്റ്റ് ആക്ഷൻ. അത് കമ്മിങ് ടുവേർഡ്സ് മൈ വ്യൂവേഴ്സ്. ഇവർ എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് വരികയാണോ?
ഇവർ എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് വരികയാണോ എന്ന് പറഞ്ഞു തരൂ. വാട്ട് ഈസ് എ നെക്സ്റ്റ് ആക്ഷൻ ഡിവൈൻ? അതെ, ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. നിങ്ങളെ പ്രതി ഒരുപാട് സ്നേഹമാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ആ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കാം, ലൈക്ക് നിങ്ങളുടെ വുഡ് ബി അങ്ങനെ ആയിരിക്കാം. നിങ്ങളുമായിട്ട് മാനസിക ബന്ധമുണ്ട് ഇവർക്ക്. ഇതിൽ നമുക്ക് മേജർ അർക്കാന കാർഡ്സ് ഒന്നും കിട്ടിയില്ല. സ്വാർഡ്സും വോൺസും പെൻറ്റക്കിൾസും കപ്സും ആണ്. എല്ലാം തന്നെയുണ്ട്. എല്ലാ രാശിക്കാരും തന്നെയുണ്ട് ഇതിനകത്ത്. സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ അത് മനസ്സിലാക്കൂ കേട്ടോ. ആർക്കെങ്കിലും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് പുറത്താണ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതറിയാൻ സാധിക്കും. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. നൈറ്റ് ഓഫ് കപ്സും ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ ഇവർ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. വരുന്ന കാര്യം എന്തോ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് എന്തോ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കണ്ടോ, കാർഡ് കയ്യിൽ നിൽക്കുന്നില്ല. സോറി, ഷഫ്ലിംഗ് ടൈം എടുക്കുന്ന. കാർഡ് ചാടി പോകുന്നു കയ്യിൽ നിന്ന്. ടെൻ ഓഫ് പെൻറ്റക്കിൾസ്, Wheel of Fortune, Wheel of Fortune and 5 of Wands. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലിയുടെ ഇടപെടൽ മൂലം അറ്റ് പ്രസൻറ്റ് എൻ്റെ കയ്യിലുള്ള ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 4 of Wands ആണ് കേട്ടോ. അത് ഞാൻ എടുക്കുന്നില്ല, ഞാൻ കാണിച്ചതാണ്. 10 of Pentacles, Wheel of Fortune and 5 of Wands. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലിയുടെ ഇടപെടൽ മൂലം ഇവർ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നെങ്കിൽ, ഫാമിലി എന്ന് പറയുമ്പോൾ ഏത് തരം ഫാമിലിയും ആവാം കേട്ടോ. ഫാമിലിയുടെ ഇടപെടൽ മൂലം ഇവർ കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ആ ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിയുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. അവരൊരു തീരുമാനമെടുത്തു എന്നാണ് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നത്. ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ അടുത്തേക്ക് ഒരു സോറിയൊക്കെ പറഞ്ഞു പോയാൽ നിങ്ങൾ തൽക്കാലം വഴക്കിട്ട് പിരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് ഒരു സോറിയൊക്കെ പറഞ്ഞ് ഇവരുടെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നിവർ പറയുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആഗ്രഹം വളരെ തീവ്രമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് എല്ലാ സൈനും തന്നെ ഈക്വലായിട്ട് ഉള്ളതാണ് കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ച് എല്ലാ സൈനും തന്നെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ പറഞ്ഞു തരൂ. ഇവരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും ഈ കേസിൽ? സ്ട്രെങ്ത്, സിറ്റുവേഷൻ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട്, ജഗ്ലിംഗ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ അവരെ കൺഫ്യൂഷൻ മാറിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ക്ഷമയോടെ ആ സംഭവം കൈകാര്യം ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ലിയോ രാശിക്കാർ, ചിങ്ങ രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. കൺഫ്യൂഷൻ മാറി ഒരു ക്ലാരിറ്റി കിട്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്. പ്ലീസ് ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്. ഓക്കെ, 11 കാർഡാണ് അല്ലേ. 4 ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, സ്ട്രെങ്ത്. ഇന്ന് പൊതുവെ എല്ലാവർക്കും നല്ല കാര്യങ്ങളാണ് ഇവരുടെ ഫ്രണ്ടിനോട് കൺവേ ചെയ്യുന്നത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിൽ എത്തണം എന്നവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രപ്പോസൽ ആയിട്ട് വരുന്ന കാര്യമാണ് ഇവരുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത്. വഴക്കൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് നിങ്ങളുമായിട്ട്
ഒരു റീയൂണിയനിൽ വരണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ന്യൂ ലവ് ആണെങ്കിൽ ഇവരുടെ ഫ്രണ്ടിനോട് പറയാണ്, എനിക്ക് ഈ വ്യക്തിയോട് വളരെയധികം സ്നേഹമാണ്, എനിക്കിവരെ പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട്, അപ്പോൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ മേജർ അർക്കാന വന്നിരിക്കുന്ന ലിയോ രാശിക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. അതേപോലെ ബാക്കി എല്ലാ രാശിയും തന്നെ ഏകദേശം അവിടെ ഉണ്ട്. ഓക്കെ, ലിയോ രാശിക്കാരാണ് പ്രബലമായിട്ട്. ബാക്കി രാശി ഞാൻ പറയാത്ത ഒരുപാട് ലെങ്തി ആയി പോവും. എല്ലാവർക്കും തന്നെ എടുത്തോളൂ. കൂടുതലായിട്ട് ലിയോ രാശിക്കാരാണ് ഇതിൽ വരുന്നത്. ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് വരുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. അത് അവരവരുടെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടെ ആഗ്രഹം അവർ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ പറഞ്ഞു തരൂ. ഇത് ഇവർ ഷെയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ആക്ഷൻ എടുക്കുമോ? ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ടോ ഡിവൈൻ? ഒന്ന് പറഞ്ഞു തരൂ. ഈ കേസിൽ അവർ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ടോ, അതോ ജസ്റ്റ് വിഷ് ഷെയർ ചെയ്യുന്നതാണോ? ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ടോ, അല്ല അവരുടെ വിഷ് ഷെയർ ചെയ്യുന്നതാണോ? നൈറ്റ് ഓഫ് വാൻഡ്സ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ്. അവർ ജോലിയുടെ ഇടയിലായിരിക്കും നിങ്ങളുടെ അവരുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് കേട്ടോ. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ്, അവർ ബിസിയാണ്, അതിൻ്റെ ഇടയിലാണ് ഇവരുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത്. ഹൈ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ കാരണം നൈറ്റ് ഓഫ് വാൻഡ്സ് ട്വൈസ് അതേ ഗ്രൂപ്പിൽ 2 പ്രാവശ്യം റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന കാർഡും നൈറ്റ് ഓഫ് വാൻഡ്സ് ആയിരുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. ക്ലാരിഫൈ 7 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 7 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 7 ഓഫ് വാൻഡ്സ് പ്ലീസ്. ക്ലാരിഫൈ 7 ഓഫ് വാൻഡ്സ്. ഈ ഗ്രൂപ്പുകാർ ഇവരുടെ ഫ്രണ്ടിനോട് എന്താണ് പറയുന്നത്? ഇവർ സാബോട്ടാജ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. കാര്യത്തിൽ എന്താണ് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നത്? സിക്സ് ഓഫ് കപ്സ്, 6 ഓഫ് വാൻഡ്സ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ്. ഇവരോ നിങ്ങളോ സാബോട്ടാജ് സിറ്റുവേഷനിലാണ്. അതായത് ഒന്നുകിൽ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അത് അവരുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അതും ഇവർ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്, ഈ ബ്ലോക്കേജ് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് പീരീഡിലായിട്ടാണ് കാണുന്നത്. ഇവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് കുറച്ച് കാലമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഇവർ. നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ ഇവർ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമാണ്. ഓക്കെ, ഇവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങളെന്തോ വഴക്കിട്ടു, നിങ്ങളിപ്പോൾ ബ്ലോക്കിലാണ്. പക്ഷേ ഇവർക്ക് ബ്ലോക്ക് മാറ്റിയിട്ട് മുന്നോട്ട് വന്ന് നിങ്ങളൊന്ന് പ്രപ്പോസ് ചെയ്യണം, നിങ്ങളുമായിട്ടൊരു വിവാഹം ഒക്കെ തന്നെയാണ് ഇവരുടെ മനസ്സിലുള്ളത്. വെയിറ്റിംഗ് പീരീഡിലായിട്ടാണ് കാണുന്നത്. കാരണം ഒന്നുകിൽ നിങ്ങൾ ബ്ലോക്ക് മാറ്റണം, നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ബ്ലോക്ക്ഡ് ആണ് എന്നാണ് കാണുന്നത്. ആ ദേഷ്യം മാറി നിങ്ങൾ അൺബ്ലോക്ക് ചെയ്യുന്നവിടെ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യാം എന്നാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ. നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ്. ചില സമയത്ത് നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തത് ഓക്കെ ഒന്നുകിൽ ഇവരുടെ ടോക്സിക് ബിഹേവിയർ മൂലം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം കേട്ടോ. ഒന്നുകിൽ ഇവർ നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ഹാബിറ്റ്സ് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് അത് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം അവരുടെ അടുത്ത് പറഞ്ഞു കാണും, ഈ ഹാബിറ്റ്സിൽ നിന്നൊക്കെ മാറൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കാണും. പക്ഷേ ഇവർ സമ്മതിച്ചു കാണില്ല. കാപ്രിക്കോൺ മകര രാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ അതാണ്, അല്ലെങ്കിൽ ഇവരുടെ ടോക്സിക് ബിഹേവിയർ, ടു മച്ച് കൺട്രോൾ, നിങ്ങൾ എന്ത് അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത്, ഇങ്ങനെയൊക്കെ ഒരുപാട് കൺട്രോൾ വരുന്ന ഒരു സിറ്റുവേഷൻ.
അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഓവർ ഒബ്സഷൻ, അതും ഒരു പ്രശ്നമാണ്. സംശയം, ഒബ്സഷനായിട്ട് നിങ്ങളെ സംശയിക്കുക, അങ്ങനത്തെ ബിഹേവിയറൊക്കെ ഇവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായി കാണണം. അല്ലെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതുമൂലം നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ സഹി കെട്ടിട്ട് ബ്ലോക്ക് ചെയ്തതാണ്. പക്ഷേ ഇവർക്ക് മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ബ്ലോക്ക് മാറ്റിയാൽ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ ആക്ഷൻ വരേണ്ടത് നിങ്ങളുടെ സൈഡിൽ നിന്നാണ്. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഇവരെ അൺബ്ലോക്ക് ചെയ്യണോ വേണ്ടയോ. നിങ്ങൾക്ക്, കാരണം ഡിസിഷൻ നിങ്ങളുടെ, സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളുടെയാണ്, ഫൈനൽ ഡിസിഷൻ നിങ്ങളുടെയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതുപോലെ മാത്രം ചെയ്യുക. ക്ലാരിഫൈ 3 of Wands. ക്ലാരിഫൈ 3 of Wands. ഇത് ഭയങ്കര ഒരു ടോക്സിക് ബിഹേവിയർ ആയിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ 3 of Wands. 2 of Cups, Page of Cups, Knight of King of Pentacles. King of Pentacles. നല്ല എനർജി ആണ് കേട്ടോ അത്. 2 of Cups വെച്ചിട്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ഓക്കെ, ജോലി സംബന്ധമായിട്ട് ഇവർ ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. അവർ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. ഓക്കെ, എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം, നിങ്ങളുടെ ലവർ ആയിരിക്കാം. നിങ്ങൾ തമ്മിലൊരു ഇമോഷണൽ ഇതുണ്ട്, അതായത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. അവർ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, നിങ്ങൾക്കൊരു റീയൂണിയൻ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഈവൺ ഇഫ് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നതായിട്ടും നിങ്ങളുടെ അടുത്ത് റീയൂണിയൻ വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ? വെൻ ക്യാൻ വി എക്സ്പെക്റ്റ് ദ നെക്സ്റ്റ് ആക്ഷൻ? ഈ മെസ്സേജ് ആദ്യം ഇവരുടെ ഫ്രണ്ടിനോട്, കൂടെയുള്ള ആൾക്കാരോടായിരിക്കും പറയുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആണ്, കൂടെ ഇരിക്കുന്ന ആളോടാണ് ഇവർ ഈ പറയുന്നത്. ബാക്കി എല്ലാം അത് തന്നെയാണ് കേട്ടോ. അവരുടെ ഫ്രണ്ടിനോടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഇവർക്ക് ഈ ടോക്സിക് ബിഹേവിയർ ഉള്ളവർക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നതാണ് കേട്ടോ. ടോക്സിക് ബിഹേവിയർ ആയിരുന്നു എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആക്ഷൻ ഒന്നും നിങ്ങൾ സൈഡിൽ നിന്ന് എടുത്താലേ ഉള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ? ദ ഫൂൾ ആൻഡ് ദ ഫൂൾ ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ്. ദ ഫൂൾ ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ്. 2 കാർഡ് വന്നല്ലോ. ആൻഡ് ദ ചാരിയറ്റ്. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന തന്നെയാണ്. ആ ചാരിയറ്റ് കാർഡും കൂടെ സ്റ്റിക്ക് ഓൺ ആയിട്ടേക്കും പോകുന്നതാണ് കേട്ടോ. ഞാൻ ഉപേക്ഷിക്കുന്നില്ല, നല്ല കാർഡാണ്. പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, രണ്ടും കൽപ്പിച്ച് എന്നാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് രണ്ടും കൽപ്പിച്ച് ഒരു ഉറച്ച തീരുമാനവുമായിട്ട് വരുന്നു എന്നാണ് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നത്. മേടരാശിക്കാർ ഏറ്റവും കൂടുതലായിട്ട് ഏരീസ്, ചാരിയറ്റ് വന്നിട്ട് ക്യാൻസർ, കർക്കിടക രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കി എല്ലാ രാശിക്കാരും തന്നെ ഉണ്ട്. പക്ഷേ ഈ രാശിക്കാർ കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് ഇവരുടെ ഫ്രണ്ടിനോട് കൺവേ ചെയ്യുന്നത്. കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് മെസ്സേജ് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ ദിവസം ഇവരുടെ ഫ്രണ്ടിനോട് നിങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഓക്കെ, എത്രത്തോളം റെസനേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് പറയൂ കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ എനർജി എനിക്ക് പ്രോപ്പറായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ നമ്മൾ തമ്മിലൊരു ലിങ്ക് വേണം. ആ ലിങ്ക് ഇവിടെ സബ്സ്ക്രിപ്ഷനാണ് കേട്ടോ. നിങ്ങളിൽ ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സണെ കണക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല അല്ലേ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊന്ന് ചെയ്തേക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ കിട്ടുന്നവർ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ പ്ലീസ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക, സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ,
ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക എപ്പോഴും. ഓക്കെ, സമാധാനമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. മേ ഗോഡ് ബ്ലെസ്.